ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായണ ചിന്തകൾ. രാമൻ എന്ന മാനവനെക്കുറിച്ച് പറയാം. മനുഷ്യനായി അഭിനയിക്കുന്ന ഈശ്വരൻ. ആ വേഷങ്ങൾ ആടുമ്പോൾ അതിൽ ലവലേശം പിഴ വരില്ല. കാരണം അവർ പൂർണ്ണസ്വരൂപങ്ങളാണ്, ഈശ്വരാവതാരങ്ങളാണ്. മനുഷ്യവേഷം ആടുമ്പോൾ മനുഷ്യ സഹജമായ ലീലകൾ ആടുന്നു. വാനരവേഷമെങ്കിൽ വാനര സഹജമായ ലീലകൾ. മനുഷ്യൻ വികാര ജീവിയാണ്, വികാരങ്ങൾ അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതിനാൽ മനുഷ്യകുലത്തിൽ അവതാരമെടുക്കുന്ന ഈശ്വരൻ വികാരങ്ങൾ അഭിനയിക്കുന്നു, ആത്മാർത്ഥതയോടെ അഭിനയിക്കുന്നു. ഇവിടെയൊന്ന് ശ്രദ്ധിക്കണം. മനുഷ്യൻ വികാരങ്ങളെ അനുഭവിക്കുകയാണ്, എന്നാൽ അവതാരം വികാരങ്ങളെ അറിഞ്ഞഭിനയിക്കുകയാണ്. രാമൻ എന്ന അവതാരത്തിൻ്റെ ബാഹ്യലീലകൾ കാണുമ്പോൾ അത് മനുഷ്യനാണെന്ന് തോന്നിപ്പോകും. അവിടെയാണ് അഭിനയത്തിൻ്റെ മേന്മയും അഭിനേതാവിൻ്റെ വിജയവും. എന്നാൽ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു സാധാരണ മനുഷ്യനാണ് കടന്നു പോയിരുന്നതെങ്കിൽ അയാൾ രാമൻ നിർവഹിച്ചതുപോലുള്ള കർമ്മങ്ങളും കർത്തവ്യങ്ങളും നിർവഹിച്ചു വിജയിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. എത്രയോ മുമ്പ് അയാൾ തോറ്റു മടങ്ങുമായിരുന്നു. അവിടെയാണ് രാമൻ്റെ അസാധാരണത്വം. ആ അസാധാരണത്വമാണ് അദ്ദേഹത്തിൻ്റെ ഈശ്വരീയത. സൂക്ഷ്മ നിരീക്ഷണത്തിലെ അത് വെളിവാകും. നാം പറയാറുണ്ട്, ഗുരു സാക്ഷാത് പരബ്രഹ്മം. നമ്മുടെ ഗുരുക്കന്മാരും സദ്ഗുരുക്കന്മാരും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ അമാനുഷികമാണ്, അത്ഭുതമാണ്. എന്നാൽ സാധാരണ മനുഷ്യൻ ഈ അത്ഭുത പ്രവർത്തനം മനസ്സിലാക്കാതെ പോകുന്നു. കാരണം ഒരാളുടെ ജീവിതയാത്രയിൽ അത്ഭുതം സർവ്വസാധാരണമാകുമ്പോൾ ആ അത്ഭുത നൈരന്തര്യത്തിൽ അത്ഭുതത്തെ ദർശിക്കാൻ മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിക്ക്, കൊച്ചു പ്രജ്ഞയ്ക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ അമാനുഷികത മാനുഷികതയായി എടുക്കപ്പെടുന്നു. ഇതൊക്കെ ഒരു മായാവിലാസം. വാൽമീകി മഹർഷിയുടെ രാമൻ്റെ ജീവിതത്തിലും ഈ മായാവിലാസം നിറഞ്ഞു നിൽക്കുന്നു. അതിനാൽ അതിലെ ദിവ്യത്വം ഉൾക്കാഴ്ചയില്ലാതെ കണ്ണുകളിൽ പെടാതെ മറഞ്ഞു നിൽക്കുകയാണ്. രാമനെയും സീതയെയും വനത്തിലേക്ക് അനുഗമിക്കാൻ ലക്ഷ്മണൻ മുതിരുന്നു. രാമൻ ലക്ഷ്മണനെ വിലക്കുന്നു. ലക്ഷ്മണ, നീ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവൻ തന്നെ. നിന്റെ ഗുണഗണങ്ങളെയും ആത്മാർത്ഥതയും എനിക്ക് നല്ലവണ്ണം അറിവുള്ളതുമാണല്ലോ. പക്ഷെ ഓർക്കുക, ഞങ്ങൾ അങ്ങ് ദൂരെ വനത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും അമ്മമാരെ ആര് പരിപാലിക്കും? ഈ സാഹചര്യത്തിൽ വേണ്ടുവോളം കാര്യപ്രാപ്തിയുള്ള നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ടേ? ഇത്രയും പറയുന്നതോടെ ദുഃഖം രാമൻ്റെ മുഖാരവിന്ദത്തെ പൂർണ്ണമായും ആവരണം ചെയ്യുന്നു. രാമൻ തുടരുന്നു. ഭരതന് പരിമിതികളുണ്ട്. അവൻ കുറെയൊക്കെ കൈകേയി അമ്മയുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലുമായി എന്നും വരാം. സ്വന്തം അമ്മയല്ലേ. ആ നിലയ്ക്ക് നീയും ഞാനും ഇല്ലാതെ നമ്മുടെ രണ്ടുപേരുടെയും അമ്മമാർക്ക് സന്തോഷമായി കഴിയാനാകും എന്ന് തോന്നുന്നുണ്ടോ? വികാരപ്രകടനത്തോടെയും ഏറെ ഭാവുകത്തോടെയും ഈ വാക്കുകൾ ഉച്ചരിക്കുന്ന രാമൻ പക്ഷെ മറ്റാരും കൈകേയിയെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കുന്നില്ല. അങ്ങനെയുണ്ടായാൽ തൽക്ഷണം അദ്ദേഹം കൈകേയിയുടെ പക്ഷം പിടിക്കുന്നു. അരുത്, കൈകേയി അമ്മയെ പഴിക്കരുത്, കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ വേണമെങ്കിൽ അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കോളൂ, പക്ഷേ കുറ്റക്കാരിയായി കാണരുത്. ഇതാണ് രാമൻ്റെ ന്യായീകരണം. കൈകേയിയുടെ ചെയ്തികളെ സംശയിക്കത്തക്ക കാര്യകാരണ ബന്ധത്തെ വസ്തുനിഷ്ഠമായി രാമൻ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ വ്യക്തിഗതമായി വികാരം കൊള്ളുന്നത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അവരിൽ കുറ്റം ആരോപിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ അവർക്കു വേണ്ടിയല്ല അതൊന്നും ചെയ്യുന്നത്, അവരുടെ പ്രിയപ്പെട്ട പുത്രനു വേണ്ടിയാണ് അതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതിൽ എന്തിന് തെറ്റു കാണണം? പുത്രസ്നേഹത്താൽ അവർ വിധിയുടെ കളിപ്പാവയായി പോകുന്നു, അത്രമാത്രം. ഇവിടെ വിധി എന്ന കൽപ്പനയിൽ രാമൻ കൈകേയിയെ സംരക്ഷിച്ചു നിർത്തുന്നു.
കൈകേയിയോട് രോഷം കൊള്ളുന്ന ലക്ഷ്മണനെ അരുത് ലക്ഷ്മണ, അങ്ങനെയൊന്നും പറയരുതേ എന്ന് ഉപദേശിച്ച് നിരുത്സാഹപ്പെടുത്തുകയും ഒന്നും അറിയാതെ ഭരതനെ യാതൊരു കാരണവശാലും സംശയദൃഷ്ട്യാ നിരീക്ഷിക്കാനോ കുറ്റപ്പെടുത്താനോ ആരെയും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രാമനിൽ നാം ആരെയാണ് ദർശിക്കേണ്ടത്? വികാരങ്ങളെ പ്രകടിപ്പിക്കുകയും എന്നാൽ അവയ്ക്ക് അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതപ്രജ്ഞനായ രാമനല്ലേ? ഒരു ഉത്തമ സാധകന്റെ മനോഭാവത്തെ രാമന്റെ പാത്ര ചിത്രീകരണം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. വ്യക്തികളെയും അവരുടെ ഗുണദോഷങ്ങളെയും അതാതു തലങ്ങളിൽ നമുക്ക് കണ്ടറിയണം. വ്യാവഹാരിക തലത്തിൽ ഗുണദോഷങ്ങളുണ്ട്, ശരിതെറ്റുകളുണ്ട്, നന്മ തിന്മകളുണ്ട്. അത് തിരിച്ചറിയുന്നതിൽ തെറ്റില്ല. എന്നാൽ നാം ആ വ്യക്തിത്വ വൈകല്യങ്ങളോട് താതാത്മ്യപ്പെട്ട് ആ വ്യക്തികളുടെ വിധികർത്താക്കളാകേണ്ടതില്ല. ഒരർത്ഥത്തിൽ അവ നമ്മിലുമുണ്ട്. അതുകൊണ്ടാണല്ലോ അവയെ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുപോലെ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി മനസ്സിലാക്കണം. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളെ പഴിക്കേണ്ടതുമില്ല. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. മനുഷ്യ സഹജമായ വാസനാവികാരങ്ങൾ പ്രകടമാക്കുന്നതിനെ രാമൻ വിമർശിക്കുന്നില്ല. രാമൻ ആ ഇളവുകൾ എല്ലാ വ്യക്തികളിലും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. സ്വയം ആ മാനുഷഭാവങ്ങളെ പ്രകടിപ്പിച്ച് നമുക്കൊപ്പം നമ്മുടെ ഇടയിൽ നിന്നും കൊണ്ട് നമ്മെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ആ തലത്തിൽ കെട്ടിക്കിടക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എങ്ങനെ അതിൽ നിന്ന് കരകയറി ഉയരണം എന്ന് അദ്ദേഹം സ്വജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. അവിടെയാണ് രാമൻ എന്ന മാനവൻ രാമൻ എന്ന ഈശ്വരനായി പ്രത്യക്ഷമാകുന്നത്. ഹരി ഓം നമഃ ശിവായ.